അമേരിക്കൻ പ്രതിരോധ സ്ഥാപനങ്ങൾക്കെതിരെ ചൈന ഉപരോധം ശക്തമാക്കി. തായ്വാൻ ആയുധം വിറ്റതിനെ തുടർന്നാണ് നടപടി. ഒരാഴ്ചയ്ക്കുള്ളിൽ 10 US കമ്പനികൾക്കെതിരെയാണ് ഉപരോധം. ഇതോടെ 45 US സ്ഥാപനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും പിഴ ചുമത്തുകയും ചെയ്തു. 17 സ്ഥാപനങ്ങൾക്ക് അനുമതി നിരസിച്ചു. 28 സ്ഥാപനങ്ങൾ കയറ്റുമതി നിരോധന പട്ടികയിൽ ഉൾപ്പെടുത്തി പിഴ ചുമത്തി. ആഗോളതലത്തിൽ പ്രമുഖരായ ലോക്ഹീഡ് മാർട്ടിൻ, റെതിയോൺ, ജനറൽ ഡൈനാമിക്സ് എന്നിവയുടെ ഉപസ്ഥാപനങ്ങൾക്കാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. തായ്വാനിലേക്ക് ആയുധങ്ങൾ വിൽക്കുന്ന 10 US സ്ഥാപനങ്ങളും പട്ടികയിലുണ്ട്. ഇനി മുതൽ ഈ കമ്പനികളെ രാജ്യത്തെ എല്ലാ ഇറക്കുമതി കയറ്റുമതി പ്രവർത്തനങ്ങളിൽ നിന്നും നിരോധിക്കും. ചൈനയിൽ നിക്ഷേപം അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപരോധം ഏർപ്പെടുത്തിയ കമ്പനികളുടെ സീനിയർ മാനേജ്മെന്റിനെയും രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കി. തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നാണ് ബീജിംഗ് അവകാശപ്പെടുന്നത്. തായ്വാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്നാണ് അമേരിക്കയുടെ വാദം. തായ്വാനെ പ്രതിരോധിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ $571 മില്യൺ പ്രതിരോധ സഹായത്തിന് അനുമതി നൽകിയിരുന്നു. ചൈന 28 US സ്ഥാപനങ്ങളെ കയറ്റുമതി നിയന്ത്രണ പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.